നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി എം. ആയുർവേദ കൺസൾട്ടന്റ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു രോഗം ഉണ്ടോ നോക്കി കഴിഞ്ഞാൽ മറ്റൊന്നല്ല ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലേ. പക്ഷെ കൂടുതലും ഇതിന്റെ കാരണം ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യമല്ല. ഇത് ലേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും പേടിക്കുന്നത്. കാരണം ഇത് ഓൾമോസ്റ്റ് എല്ലാ ബോഡിയിലും സ്പ്രെഡ് ആയിട്ടുണ്ടാകും. ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു വർഷത്തിൽ 10 ലക്ഷത്തിലധികം കേസസ് ആണ്, ക്യാൻസർ കേസസ് ആണ് ഡിറ്റക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കുറച്ചുകൂടി വേദനിപ്പിക്കുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 70% കേസസും കുറച്ച് അഡ്വാൻസ് സ്റ്റേജ്, അതായത് ഫുൾ ബോഡിയിൽ നന്നായിട്ട് സ്പ്രെഡ് ആയതിനു ശേഷമാണ് കണ്ടുപിടിക്കുന്നത് തന്നെ. ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്താലും അത് സക്സസ് ആവില്ല. പക്ഷെ ഇതിന്റെ മറ്റൊരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏർലി സ്റ്റേജിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ക്യാൻസറിന്റെ കണ്ടീഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കതിലൊരു 80 മുതൽ 90% വരെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്ന ഒരു കാര്യം. കാരണം ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഈ ഒരു ലക്ഷണങ്ങൾ പല ആളുകളും ഇഗ്നോർ ചെയ്യുക, കണ്ടില്ല എന്ന് നടിക്കുമ്പോഴാണ് ഇത് കുറച്ചും കൂടി സ്പ്രെഡായി ഫുൾ ബോഡിയിലേക്ക് ഇത് പകരുന്നത് തന്നെ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ 9 ലക്ഷണങ്ങൾ, ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഡിറ്റക്ട് ആവുമ്പോൾ തന്നെ കാണിച്ചു തരുന്ന 9 ലക്ഷണങ്ങൾ ഞാനോട് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ പേടിപ്പിക്കാനുള്ളതല്ല കേട്ടോ. എന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ പകർന്നു തരുന്നത് മാത്രമാണ്. അപ്പൊ ഇതിലൂടെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്യാൻസർ എന്താണ്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന 9 ലക്ഷണങ്ങൾ, ഇതെല്ലാം ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലഭിക്കാനായിട്ട് നമുക്ക് ഇടയിരിക്കുക. അപ്പൊ ആദ്യം തന്നെ ഞാൻ ക്യാൻസർ എന്താണ്, അതുപോലെ തന്നെ ക്യാൻസർ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ സ്പ്രെഡ് ആകാന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ലക്ഷക്കണക്കിന് സെൽസ് ഉണ്ട്, അതായത് കോശങ്ങളുണ്ട്. ഈ ഒരു കോശങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ലൈഫ് സൈക്കിളും ഉണ്ട്. കോശങ്ങൾ വളരും, അതിന്റെ ഡ്യൂട്ടി അത് ചെയ്യും, നാച്ചുറൽ ആയിട്ട് അത് മരിച്ചു പോകും. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. പക്ഷേ ക്യാൻസർ സെൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആണ്. നോർമൽ സെൽസിനേക്കാളും കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള സെൽസ് ആണ് ഈ ക്യാൻസർ സെൽസ്. അത് പെട്ടെന്ന് തന്നെ മൾട്ടിപ്പിൾ ആകും, വേഗത്തിൽ തന്നെ മൾട്ടിപ്പിൾ ആവാനായിട്ട് തുടങ്ങും. ഇതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്നാമത്തെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ട്, അതായത് ഒരു ഭാഗത്ത് മാത്രം ആ സെൽസിന്റെ ഗ്രോത്ത് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ബെനൈൻ ട്യൂമർ എന്ന് പറയാ. ഇത് ഡേഞ്ചറും ആകാം, ഡേഞ്ചർ അല്ലാതെയും ഇരിക്കാം. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിലാണ് മെലിഗ്നൻ ട്യൂമർ. ഇത് ശരിക്കും ക്യാൻസർ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കില്ല. ഒന്നെങ്കിൽ അത് സെൽസ് അറ്റാക്ക് ചെയ്ത ഭാഗത്ത് ബാക്കിയുള്ള അവയവങ്ങളെയും അത് ബാധിക്കും, അല്ലെങ്കിൽ രക്തത്തിലൂടെ ബ്ലഡിലൂടെ സഞ്ചരിച്ച് ഫുൾ ബോഡിയിൽ സ്പ്രെഡ് ആകാനുള്ള കണ്ടീഷനും ഉണ്ട്. ഇതിനാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുക. ഈ ഒരു സമയത്താണ് നമ്മൾ കൂടുതലും പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യം തന്നെ ഈ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചതിനുള്ള ട്രീറ്റ്മെന്റും സർജറി അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ലേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ സർവൈവൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവായിരിക്കും. കാരണം ട്രീറ്റ്മെന്റ് ഫുൾ ബോഡിയിലേക്ക് അത് ഓൾമോസ്റ്റ് സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ട്രീറ്റ്മെന്റും അത്രയും സക്സസ്ഫുൾ ആകാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ സ്പ്രെഡ് ആകുന്നതിലൂടെ നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തരുന്നതാണ് ഞാൻ ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ലക്ഷണങ്ങൾ പറയുന്നതിന് മുന്നേ ആയിട്ട് ചെറിയൊരു കാര്യം പറയാനുള്ളത്, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുട പോലെയാണ്. ധാരാളം തരത്തിലുള്ള ക്യാൻസർ ഉണ്ട്. ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിങ്ങനെ പറയുന്ന പലതരത്തിലുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ ഓരോ ക്യാൻസറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സും അത്രയും വ്യത്യാസമായിരിക്കും. പക്ഷേ ഏത് തരം ക്യാൻസർ ആണെങ്കിലും നമ്മുടെ ശരീരം ആദ്യത്തെ ഒരു സ്റ്റേജിൽ കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു ലക്ഷണം നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തടി നന്നായിട്ട് കുറയുക, വിശപ്പ് നന്നായിട്ട് കുറഞ്ഞു വരിക. ഇപ്പോ നിങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, ഭക്ഷണത്തിൽ യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല, ഇതൊന്നും ചെയ്യാതെ തന്നെ വെറും 6 മാസം കൊണ്ടൊക്കെ നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് ഒരു 10-15 കിലോ നന്നായിട്ട് കുറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോട്ടീസ് ചെയ്യണം. അതിന്റെ കൂടെ നിങ്ങൾക്ക് വിശപ്പ് തീരെ തോന്നുന്നില്ല, ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും തോന്നുന്നില്ല, നല്ല രീതിയിൽ ക്ഷീണം തോന്നുകയാണെങ്കിൽ ഇതും ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാം. കാരണം ക്യാൻസർ സെൽസ് ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പോഷകത്തിന് ഫുള്ളും അത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ന്യൂട്രീഷന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ വിശപ്പും കുറയും, നമ്മുടെ തടിയും നന്നായിട്ട് കുറയാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇനി രണ്ടാമത്തെ ഒരു ലക്ഷണം നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള പനിയും അതുപോലെ തന്നെ നന്നായിട്ട് വിയർക്കുക. രാത്രി സമയങ്ങളൊക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് വിയർക്കാനായിട്ട് തുടങ്ങുക. ശരിക്കും പനി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ശരീരം തരുന്ന ഒരു സിഗ്നലാണ് ഈ ഒരു പനി എന്ന് പറയുന്ന ഒരു കാര്യം. നോർമൽ ആയിട്ടുള്ള ഒരു പനിയാണെങ്കിൽ ഏകദേശം ഒരു 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ തന്നെ പനി നന്നായിട്ട് കുറയും, അതിനനുസരിച്ചുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ. പക്ഷേ
ഇത്തരത്തില് ക്യാൻസർ കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു പനിയുണ്ടല്ലോ എത്രത്തോളം എന്ത് തന്നെ കാര്യങ്ങൾ ചെയ്താലും പനി തീരെ മാറുന്നില്ല. മാസങ്ങളോളം ഈ ഒരു പനി നിൽക്കുകയാണ്. വീണ്ടും വീണ്ടും പനി വരികയാണ്. രാത്രി നന്നായിട്ട് വിയർക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ലിംഫോമ കണ്ടീഷൻ, ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും മെലിഗ്നൻസി കണ്ടീഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായിട്ട് പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ശരീരത്തിന്റെ ഉള്ളിൽ എന്തോ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഇനി മൂന്നാമതായിട്ട് ശരീരത്തിൽ എവിടെയെങ്കിലും മുഴ പോലെയുള്ള കാര്യങ്ങൾ, ലംപ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നീര് പോലെയുള്ള കാര്യങ്ങൾ കാണാം. നിങ്ങളുടെ ബ്രസ്റ്റിന്റെ ഭാഗത്ത് കാണാണ്ട്, ടെസ്റ്റിക്കുലർ ഭാഗത്ത്, കഴുത്തിന്റെ ഭാഗത്ത്, കക്ഷത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഒരു മുഴ പോലെ തോന്നുകയാണ്. കുറെ മാസങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. വേദനയൊന്നുമില്ലെങ്കിലും ഇതും നിങ്ങൾ ഇഗ്നോർ ചെയ്യാതിരിക്കണം. പല ആളുകളും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ വേദനയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ വിട്ടുകളയും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ബ്രസ്റ്റിന്റെ ഭാഗത്തൊക്കെയാണ്, ടെസ്റ്റിക്കുലർ ഭാഗത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാസത്തിൽ എല്ലാ മാസവും ഡോക്ടറെ കാണിച്ച് ഒരു എക്സാമിനേഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏർലി സ്റ്റേജിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രസ്റ്റിലൊക്കെ ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രത്തോളം അതിന്റെ ചാൻസസും വളരെയധികം ഈസി ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക. അടുത്തതായിട്ട് സ്കിന്നിൽ കാണുന്ന ചേഞ്ചസ്. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും മോൾസ് പോലെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കറുത്ത പാടുകളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ബോർഡർ നിങ്ങളുടെ ഒരു അരുവശം നോക്കുകയാണെങ്കിൽ അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ബ്ലീഡിങ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കളർ നന്നായിട്ട് ഡാർക്ക് ആയി വരികയാണ് അല്ലെങ്കിൽ കളർ നന്നായിട്ട് ചേഞ്ച് ആയി വരികയാണെങ്കിൽ ഇതും ഒരു മെലനോമ എന്ന് പറയുന്ന ഒരു സ്കിൻ കണ്ടീഷൻ, സ്കിൻ ക്യാൻസറസ് കണ്ടീഷന്റെ ഒരു സിഗ്നലും കൂടി ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്ത് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണ് അതിന്റെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കളറൊക്കെ നന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാനും കൂടി നോക്കണം. അതുപോലെ തന്നെ ശരീരത്തിൽ ഇപ്പൊ എന്തെങ്കിലും മുറിവ് പോലെയുള്ള കാര്യങ്ങൾ വന്നു, അത് വായിലായിക്കോട്ടെ അല്ലെങ്കിൽ വായുടെ ഉള്ളിൽ അല്ലെങ്കിൽ സ്കിന്നിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും മുറിവ് പോലെ കാര്യങ്ങൾ വന്നു, 3-4 ആഴ്ചയായിട്ട് ആ മുറിവ് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിലും അതും നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി അഞ്ചാമതായിട്ട് തുടർച്ചയായിട്ട് നന്നായിട്ട് ചുമയുണ്ടാവും. അതുപോലെ തന്നെ ശ്വാസം എടുക്കാനായിട്ടുള്ള നല്ലൊരു ബുദ്ധിമുട്ട്. 3-4 ആഴ്ചയായിട്ട് നിങ്ങളുടെ ചുമ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തരം മരുന്ന് കഴിച്ചിട്ടും യാതൊരുവിധ മാറ്റവും ഇല്ല. തൊണ്ടയിൽ നന്നായിട്ട് കരകരപ്പ് തോന്നുന്നുണ്ട്. ശ്വാസം എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ചുമയ്ക്കുന്ന സമയത്ത് ബ്ലഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതും ലങ് ക്യാൻസർ അതുപോലെ തന്നെ ത്രോട്ട് ക്യാൻസറിന്റെ ഒരു ലക്ഷണം കൂടി ആയിരിക്കാം. പല ആളുകളും വിചാരിക്കും ഇത് ആസ്തമയുടെ പ്രശ്നം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ലങ്സിൽ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. അത് നിങ്ങൾ സ്വയം തീരുമാനിക്കാതിരിക്കാൻ നിങ്ങൾ ഒരു ലങ് സ്പെഷ്യലിസ്റ്റിനെ ഒക്കെ കണ്ടതിന് ശേഷം അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് കൺഫേം ചെയ്യാൻ കൂടി നോക്കുക. അടുത്തതായിട്ട് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ബ്ലീഡിങ്, അതായത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു കാരണമില്ലാതെ ബ്ലഡ് നന്നായിട്ട് പോവുക. ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ മലത്തിൽ നിന്ന് ബ്ലഡ് പോവുക അല്ലെങ്കിൽ മലം നന്നായിട്ട് ഒരു ഡാർക്ക് കളറായിട്ട് പോവുകയാണെങ്കിൽ അതൊരു കൊളോൺ ക്യാൻസർ അല്ലെങ്കിൽ സ്റ്റൊമക് ക്യാൻസറിന്റെ ലക്ഷണങ്ങളായിരിക്കാം. രണ്ടാമതായിട്ട് യൂറിൻ നിന്ന് ബ്ലഡ് പോവുകയാണെങ്കിൽ ബ്ലാഡറിൽ അല്ലെങ്കിൽ കിഡ്നിയിൽ എന്തെങ്കിലും ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാം. മൂന്നാമതായിട്ട് ചുമയ്ക്കുന്ന സമയത്ത് ബ്ലഡ് പോവുകയാണെങ്കിൽ ലങ്സിൽ ഉണ്ടാകുന്ന ക്യാൻസർ, അതുപോലെ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് ഛർദ്ദിക്കുന്ന സമയത്ത് ബ്ലഡ് പോവുകയാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ക്യാൻസർ അല്ലെങ്കിൽ ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ ബ്ലഡ് പോവാറുണ്ട്. സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ വെജൈനൽ ബ്ലീഡിങ്, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇറഗുലർ ആയിട്ടുള്ള വെജൈനൽ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അതൊരു വെജൈനൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം. ഇനി പോസ്റ്റ് മെനോപോസൽ ആർത്തവം നിന്നതിന് ശേഷം പല സമയങ്ങളിലും ചില സ്ത്രീകളിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ബ്ലീഡിങ് പോവാറുണ്ട്. ഇതും ഒരു ഏർലി സ്റ്റേജ് ഓഫ് ക്യാൻസർ എന്നുള്ള ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ചില സമയങ്ങളിൽ ചുമയ്ക്കുന്ന സമയത്ത് ബ്ലഡ് പോവാന്നൊക്കെ പറഞ്ഞില്ലേ, കൂടുതലായിട്ട് ചുമക്കുന്നതോടെ ഇവിടെ തൊണ്ട പൊട്ടിയിട്ടും ബ്ലഡ് പോവാം, അല്ലെങ്കിൽ മലം പോകുന്ന സമയത്ത് ബ്ലഡ് പോവാം. പൈൽസും ടിഷ്യും കൊണ്ടും ഫിഷും ടിഷ്യും കൊണ്ടും ബ്ലഡ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്വയമായിട്ട് ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ക്യാൻസർ ആണെന്ന് വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക, അതിനനുസരിച്ച് മാത്രം നിങ്ങൾ കൺഫേം ചെയ്യാൻ കൂടി നോക്കുക. ഇനി അടുത്തത് വളരെ കോമൺ ആയിട്ട് പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഭക്ഷണം ഇറക്കാനായിട്ട് പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു 3-4-5 ആഴ്ചയായിട്ട് നിങ്ങൾക്ക് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുന്നില്ല, ഇറക്കുന്ന സമയത്ത് ഇവിടെ ബ്ലോക്ക് ആയി നിൽക്കുന്നത് പോലെ തോന്നാണ്, തീരെ വിശപ്പില്ല, വയറിൽ നന്നായിട്ട് വേദന, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ട്രീറ്റ്മെന്റ് എടുത്തു, 3-4 ആഴ്ചയായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് നോർമൽ ആയിട്ടുള്ള ഒരു അസിഡിറ്റി കൊണ്ടായിരിക്കില്ല. ഈസോഫേജിയൽ അല്ലെങ്കിൽ സ്റ്റൊമക് ക്യാൻസർ, ഇത്തരത്തിലുള്ള ക്യാൻസർ കണ്ടീഷൻ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ നിങ്ങൾ മെഡിസിൻ ഒക്കെ എടുത്തു, മരുന്നൊക്കെ എടുത്തു മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റും ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യാനായിട്ട് കൂടി നോക്കുക. എട്ടാമതാണ് മലത്തിൽ കാണുന്ന കുറച്ച് മാറ്റങ്ങൾ. മലം എന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ നന്നായിട്ട് ലൂസ് മോഷൻ പോലെ, ചില ദിവസങ്ങളിൽ നന്നായിട്ട് മലബന്ധം പോലെ തോന്നുകയാണ്, മലത്തിന്റെ കളറും നന്നായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ സൈസിൽ
നന്നായിട്ട് ചേഞ്ചസ് വരുത്താണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളും പലപ്പോഴും ബ്ലീഡിങ് പോലുള്ള കാര്യങ്ങൾ വരികയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും കൊളോൺ ക്യാൻസർ ഉണ്ടാകുന്ന കണ്ടീഷൻസിലും ഉണ്ടാകാം. സെയിം തന്നെയാണ് മൂത്രത്തിന്റെ കാര്യത്തിലും ട്ടോ. മൂത്രം പെട്ടെന്ന് പെട്ടെന്ന് നന്നായിട്ട് പോവുക, മൂത്രത്തിന്റെ ഹോൾഡ് ചെയ്യാൻ പറ്റാതായിട്ടിരിക്കുക, അതായത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ യൂറിൻ പാസ് ചെയ്യണം, നന്നായിട്ട് വേദന പോലെ തോന്നുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ പല ലക്ഷണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ക്യാൻസർ കൊണ്ടും ഉണ്ടാകാം. നമ്മുടെ അവസാനത്തെ 9ാമത്തെ ലക്ഷണം നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേദന, ശരീരത്തിൽ കാണുന്ന ഒരു വേദനയും നല്ല രീതിയിലൊരു ക്ഷീണം നമുക്ക് തോന്നുക. വേദന എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഇപ്പോൾ എവിടെയെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുത്തു കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വേദന പെട്ടെന്ന് തന്നെ മാറും. പക്ഷേ നിങ്ങളുടെ ഈ ഒരു വേദന ആഴ്ചകളോളം നിൽക്കുകയാണ്, പലതരം മൾട്ടി വിറ്റമിൻസ് എടുത്തു, മെഡിസിൻസ് എടുത്തു, നിങ്ങൾ കുറെ റെസ്റ്റ് എടുത്തു, എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു വേദന മാറുന്നില്ല, നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് ഒരു ക്യാൻസറിന്റെ ഒരു ഏർലി സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് 9 ലക്ഷണങ്ങൾ. ഈ ഒരു 9 ലക്ഷണങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇപ്പൊ തന്നെ ധാരാളം ഇൻവെസ്റ്റിഗേഷൻസും ടെസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെല്ലാം ചെയ്ത് നിങ്ങളൊരു ക്ലാരിഫിക്കേഷനിലേക്ക് എത്താനും കൂടി നോക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പേടിക്കണം എന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ പേടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവൻ, നമ്മുടെ കൂടെയുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞത്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കാനായിട്ട് നോക്കുക. എല്ലാവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. സോ ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.